സ്റ്റേറ്റ് CBSE ICSEക്കാർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഇലക്ട്രോ കെമിസ്ട്രി. ഇതെന്തൊരു ഉണക്ക ചാപ്റ്ററാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുകയാണെങ്കിൽ അതിനുള്ള കാരണം റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്താണ്, കാത്തോഡിൽ എന്താ നടക്കുന്നത്, ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്താ, ആനോഡിൽ എന്താ നടക്കുന്നത് തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, കാത്തോഡിൽ എന്ത് നടക്കുന്നു, ആനോഡിൽ എന്ത് നടക്കുന്നു, റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടി അത് കാത്തോഡിലേക്ക് പോവോ ആനോഡിലേക്ക് പോവോ, സെൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. ഈ ചാപ്റ്ററിൽ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന കുറച്ച് ടോപ്പിക്കുകൾ ഞാൻ പറയാം. അത് നല്ലോണം ഒന്ന് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും കേട്ടോ. അതിൽ ആദ്യത്താണ് ഷീ ചിലപ്പോൾ വരയ്ക്കാനും ചോദിക്കും, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് കേട്ടോ. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നേൺസ്റ്റ് ഇക്വേഷൻ. അത് പ്രോബ്ലം ആയിട്ടാണ് കൂടുതലും ചോദിക്കുക. ഇനി അവർക്ക് നേൺസ്റ്റ് ചോദിക്കാൻ പറ്റിയില്ല, അത് കുറച്ച് കൂടുതലുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അതിൻ്റെ കുഞ്ഞനായിട്ട് കുറച്ച് 2-3 പേരുണ്ട്. അതൊക്കെയാണ് നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുന്നത്, ഗിബ്സ് ഫ്രീ എനർജി. ഈ 3 ഒരു പ്രോബ്ലം ഉറപ്പായിട്ടും ഉണ്ടാവും കേട്ടോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഇനി അടുത്തത് കോൾറാഷസ് ലോ. അതും ഈ പറഞ്ഞ പോലെ തിയറി ആയിട്ടും ചോദിക്കാം, അല്ലെങ്കിൽ പ്രോബ്ലം ആയിട്ടും ചെയ്യാൻ ചോദിക്കാം കേട്ടോ. പിന്നെ കണ്ടക്ടിവിറ്റി ആൻഡ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി, K/1000/C, അല്ലെങ്കിൽ അത് പ്രോബ്ലം ആയിട്ട് ചോദിക്കും. ഡെഫിനിഷൻ ഒത്തിരി പ്രാവശ്യം ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഇനിയിപ്പോൾ എഴുതാൻ പോകുന്ന ഓണപരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ബോർഡ് എക്സാമിന് എല്ലാം തന്നെ ഇതിനകത്ത് മോളാർ കണ്ടക്ടിവിറ്റി, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്നൊരു ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് ഉണ്ടാവും കേട്ടോ. പിന്നെ അടുത്തത് സെല്ലാണ്, നമ്മുടെ ബാറ്ററീസ്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെല്ലാണ് ഫ്യൂവൽ സെല്ലും ലെഡ് സ്റ്റോറേജ് ബാറ്ററിയും. ഇവിടെ നിങ്ങൾ അറ്റ് കാത്തോഡ് അറ്റ് ആനോഡ് റിയാക്ഷൻസ് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. എഴുതുമ്പം ഇത് നെറ്റ് റിയാക്ഷനും ഇതും കൂടെ എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അപ്പം ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ഓണപരീക്ഷയ്ക്കായാലും ശരി, പീരിയോഡിക് ടെസ്റ്റിനായാലും ശരി, ബോർഡ് എക്സാമിനായാലും ശരി, ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും മാറി മാറി ചോദിക്കുന്നതാണ് കേട്ടോ. താങ്ക്